ഹലോ, കഥകൾ കേട്ട് ഉറങ്ങാൻ വന്നിരിക്കുന്ന കൂട്ടുകാരാരൊക്കെയാണ്? ഇന്ന് കഥ പറയുന്നതിന് മുൻപ് രണ്ട് വാക്കുകളെ കുറിച്ച് എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും സമയത്ത് കേട്ടിരിക്കുന്ന വാക്കുകളായിരിക്കും സത്യവും കള്ളവും. എന്താണ് വാക്ക്? സത്യവും കള്ളവും. അപ്പോൾ ഈ സത്യം പറയണം, കള്ളം പറയരുത് എന്നാണ് നമ്മളെ ചെറുപ്പം തൊട്ടേ നമ്മുടെ പേരൻസ് വളർത്താറ്. മജോറിറ്റിയും പേരൻസ് അങ്ങനെ പറഞ്ഞായിരിക്കും വളർത്തുക. നിങ്ങൾ കള്ളം പറയരുത്, കള്ളം പറഞ്ഞ് ഒരു കാര്യങ്ങളും നേടരുത് എന്നുള്ള രീതിയിലായിരിക്കും സാധാരണഗതിയിൽ നല്ല പേരൻസ് വളർത്തുക. അപ്പോൾ എന്താണ് ഈ കള്ളം പറയാന്ന് വെച്ചാൽ എന്താന്നുള്ളത് മക്കൾക്ക് അറിയാമോ? എങ്ങനെയാണ് കള്ളങ്ങൾ ഉണ്ടാവുന്നതെന്നുള്ളത് അറിയാമോ? അപ്പോൾ ഇന്നത്തെ കഥയിൽ നമ്മൾ പറയാൻ പോകുന്നത് കള്ളം പറയുന്നത് എങ്ങനെ മനസ്സിലാക്കണം, എന്താണ് കള്ളം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഥ തുടങ്ങാം. അപ്പോൾ ഈ കഥ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. രണ്ട് ഭാഗങ്ങൾ, നമ്മൾ ബൈബിളിലെ രണ്ട് വേദഭാഗങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ കഥ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരിക്കൽ യേശു കർത്താവ് ദൈവാലയത്തിൽ ചെന്നു. നമ്മൾ ആരാധിക്കാൻ പോകുന്ന സ്ഥലത്തിന് നമ്മൾ സാധാരണ പറയുന്ന പേര് ആലയം അല്ലെങ്കിൽ ചർച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ആലയത്തിൽ ഒരിക്കൽ യേശു കർത്താവ് ചെന്നു. അപ്പോൾ യേശു കർത്താവ് ഇത് ചെല്ലുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം യേശു കർത്താവ് കാനാവിൽ നിന്ന് പോയി, അതിനുശേഷം യേശു കർത്താവ് വേറൊരു സ്ഥലത്തോട്ട് പോയി, കഫർനഹൂം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ട് പോയി. അവിടെ അധികകാലം നിന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് യേശു കർത്താവ് യെരുശലേമിലുള്ള ഈ ദേവാലയത്തിലോട്ട് കടന്നു വരുന്നത്. സാധാരണഗതിയിൽ നമ്മൾ ദൈവാലയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സ്ഥലം, ദൈവത്തോട് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും പറയാനുള്ള ഒരു സ്ഥലമായിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ദൈവാലയം എന്നുള്ളത് കൊണ്ട് പറയുന്നതും ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ യേശു കർത്താവ് ഈ യെരുശലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ യേശു കർത്താവ് ദൈവാലയത്തിൽ കാണാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ കാണാനിടയായി. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവാലയത്തിൻ്റെ അകത്ത് നമ്മുടെ പല മൃഗങ്ങൾ, അതായത് കാള, ആട്, പ്രാവ്, ഇവയൊക്കെ വിൽക്കുന്ന, അതായത് ഇവയൊക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും മറ്റു പല കാര്യങ്ങൾ ചെയ്യുന്നതും ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത് യേശു കർത്താവ് കണ്ടു. അതായത് ദൈവാലയം എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കാനുള്ള ആലയത്തിൽ വന്ന് കുറച്ച് ആളുകൾ വന്ന് അവരുടെ ബിസിനസ് ചെയ്യുന്നത്, അവരുടെ കാശ് സമ്പാദിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആ ദൈവാലയം ഉപയോഗിക്കുന്നത് യേശു കർത്താവ് കണ്ടു. യേശു കർത്താവ് ഇത് കണ്ടിട്ട് യേശു കർത്താവ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു കർത്താവ് പെട്ടെന്ന് കയറ് വെച്ചുകൊണ്ട്, അവിടെ കുറച്ച് കയറ് കിടപ്പുണ്ടായിരുന്നു, ആ കയറ് വെച്ചുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി. ഈ ചമ്മട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അടിച്ചോടിക്കാനുള്ള രീതിക്കുള്ള ഒരു ഉപകരണം. ഓക്കെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആടിനെയും മാടിനെയും പ്രാവിനെയും എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന്, ഇത് വിൽക്കുന്ന ആൾക്കാരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി അവരുടെ മേശയും കാര്യങ്ങളൊക്കെ തള്ളി മറിച്ചിട്ടു. ഇത് വാങ്ങാൻ വന്നാക്കണവരെ അവിടുന്ന് പുറത്താക്കി, ഇത് വിൽക്കുന്നവരെയും പുറത്താക്കിയിട്ട് യേശു കർത്താവ് അവരുടെ അടുത്ത് എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാധനങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണം. ഇത് എൻ്റെ പിതാവിൻ്റെ ആലയമാണ്, ഇത് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ബിസിനസ് ചെയ്യാനും ഇവിടെ കൊള്ളരുതാത്ത കാര്യങ്ങൾ ചെയ്യാനും ഒന്നും പാടില്ല എന്നുള്ളത് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ ഈ ദേവാലയത്തിൽ ചെന്ന് ഇവരൊക്കെ പുറത്താക്കിയിട്ട് യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്ന കണ്ണ് കാണാൻ പാടില്ലാത്തവരെയും മുടന്തുള്ളവരെയൊക്കെ അവൻ്റെ അടുക്കൽ വന്നിട്ട് അവരെ സൗഖ്യമാക്കി. അപ്പോൾ ഇവനിങ്ങനെ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് യഹൂദന്മാർ യേശു കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇത് ചെയ്യാനുള്ള അധികാരം ആരാ തന്നേന്ന് ചോദിച്ചു. എന്താ ചോദിച്ചേ? നിനക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഇതുപോലെ ഇതെല്ലാം ഇവിടുന്ന് മാറ്റിക്കളയാനും ഈ ആൾക്കാരെ ഇവിടുന്ന് ഓടിക്കാനും ഒക്കെ ഉള്ള അധികാരം ആരാ തന്നേന്ന് ചോദിച്ചു. അത് യഹൂദന്മാർ യേശു കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ യേശു അവരുടെ അടുത്ത് പറഞ്ഞു, ഈ മന്ദിരം, ഈ ആലയം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം ഈ ആലയം പണിയുമെന്ന് യേശു കർത്താവ് ഉത്തരം പറഞ്ഞു. എന്താ പറഞ്ഞ യേശു കർത്താവ്? ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം ഇത് പണിയുമെന്നുള്ളത് യേശു കർത്താവ് പറഞ്ഞു. അപ്പോൾ യേശു കർത്താവ് അവിടെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഈ കേട്ട യഹൂദന്മാർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവരൊരു കാര്യം പറഞ്ഞു, ഈ നിൽക്കുന്ന ആലയം, അതായത് ഇപ്പം ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ച ആലയം ഉണ്ടാക്കിയെടുക്കാൻ
ഒരു 46 വർഷക്കാലം എടുത്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്. അത്രയും കാലം എടുത്ത് പണിത സാധനം നീ 3 ദിവസത്തിനകം പണിയുമെന്ന് പറയുന്നത്. അപ്പോൾ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചായിരുന്നു യേശു കർത്താവ് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല. പക്ഷേ ഇത് യേശു കർത്താവ് പറഞ്ഞപ്പോൾ അവിടെ പലർക്കും അത്ര അങ്ങ് രസിച്ചില്ല. യേശു കർത്താവ് ഇതിങ്ങനെ ചെയ്യുന്നതും ഓരോ വലിയ വലിയ ഉപമകൾ പറയുന്നതും അല്ലെങ്കിൽ യേശു കർത്താവ് പലരെയും സൗഖ്യമാക്കുന്നതും ലാസറിനെ ഉയർപ്പിച്ചതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവർക്ക് യേശു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അത്ര പിടിക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, കുറച്ച് ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും പിടിച്ച് കൊല്ലണം എന്നുള്ള രീതിക്ക് അവർ കൂട്ടം കൂടി തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? യേശു കർത്താവിനെ എങ്ങനെയെങ്കിലും കൊല്ലണം. എന്തുകൊണ്ടാണ് അവർ കൊല്ലണമെന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം? അവർ കൊല്ലണമെന്ന് തീരുമാനിച്ചതിൻ്റെ കാര്യം എന്താണ് എന്ന് വെച്ചാൽ, യേശു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് ഒത്തിരി പേര് യേശു കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന ആ വലിയ അധികാരങ്ങളും കാര്യങ്ങളും ഒക്കെ പോവുമെന്നുള്ള പേടി വന്നപ്പോഴാണ് ഇവരിങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ യേശു കർത്താവിനെ ഏത് വിധേനയും പിടിക്കണമെന്നുള്ള രീതിയിൽ ഇവർ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഇവർ യേശു കർത്താവിനെ പിടിച്ചു. യേശു കർത്താവിനെ പിടിച്ച് യേശു കർത്താവിനെ കയ്യഫാസ് എന്ന് പറയുന്ന പുരോഹിതന്റെ മുന്നിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയപ്പോൾ യേശു കർത്താവിനെതിരെ പലരും വന്ന് പല ആരോപണങ്ങളും പറഞ്ഞു. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് യേശു കർത്താവിനെതിരെ ഇവർക്ക് ആർക്കും ഒരു കാര്യങ്ങളും നേരാന്നുള്ളത് തെളിയിക്കാൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് വന്നിട്ട് യേശു കർത്താവിനെതിരെ പറഞ്ഞു. എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ മന്ദിരം പൊളിച്ചു കളഞ്ഞ്, ഇവൻ ദൈവത്തിൻ്റെ ആലയം പൊളിച്ചു കളഞ്ഞ് 3 നാൾ കൊണ്ട് അത് പണിയുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. എന്താ അവർ പറഞ്ഞ്? യേശു കർത്താവ് ദൈവത്തിൻ്റെ ആലയം പൊളിച്ചു കളഞ്ഞിട്ട് 3 നാൾ കൊണ്ട് അത് പണിയുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ എന്താ കേട്ടത്? ഇവിടെ ഇവർ വന്ന് പറഞ്ഞ കാര്യം അതുപോലെയായിരുന്നു യേശു കർത്താവ് അന്ന് അവിടെ പറഞ്ഞിരുന്നത്. യേശു കർത്താവ് എന്താ പറഞ്ഞിരുന്നേ? യേശു കർത്താവ് പറഞ്ഞിരുന്നത്, ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയും. അതായത് ഈ മന്ദിരം പൊളിപ്പിൻ എന്നാണ് പറഞ്ഞത്. യേശു കർത്താവ് അത് പൊളിക്കുമെന്ന് പറഞ്ഞില്ല. യേശു കർത്താവ് അത് പൊളിക്കുമെന്ന് പറഞ്ഞില്ല. 3 ദിവസത്തിനകം ഞാൻ അതിനെ പണിയും എന്ന് പറഞ്ഞു. പക്ഷെ യേശു കർത്താവ് അത് പൊളിക്കുമെന്ന് പറഞ്ഞില്ല. ഇവിടെ വന്നവര് ഈ യേശു കർത്താവിനെതിരെ പറഞ്ഞത്, ഇവൻ മന്ദിരം പൊളിച്ചു കളഞ്ഞ് 3 ദിവസത്തിനകം പണിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾക്കും വലിയ വ്യത്യാസമുണ്ട്. യേശു കർത്താവ് പറഞ്ഞു എന്ന് പറഞ്ഞ് യേശു കർത്താവിനെതിരെ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതിൽ കുറച്ച് ഭാഗം യേശു കർത്താവ് പറഞ്ഞത് തന്നെയായിരുന്നു. അതായത് ഞാൻ 3 ദിവസത്തിനകം ഇത് പണിയുമെന്ന് പറഞ്ഞ കാര്യം കറക്റ്റായ കാര്യമായിരുന്നു. പക്ഷേ അതിനു മുന്നേ പറഞ്ഞ കാര്യം, ഇവൻ മന്ദിരം പൊളിച്ചു കളഞ്ഞ്, ഇവൻ ദൈവത്തിൻ്റെ ആലയം പൊളിച്ചു കളഞ്ഞ് എന്ന് പറഞ്ഞ കാര്യം യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യേശു കർത്താവ് പറയാത്ത കാര്യം യേശു കർത്താവ് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിനാണ് നമ്മൾ കള്ളം എന്ന് പറയുക. എന്താണ് കള്ളം എന്ന് പറയുക? അതായത് ഒരാൾ ചെയ്യാത്ത കാര്യവും ഒരാൾ പറയാത്ത കാര്യവും നമ്മൾ കാണാത്ത കാര്യവും കണ്ടു എന്ന് നമ്മൾ മറ്റൊരാളുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ പറയുന്നത് കള്ളമാണ്. എന്താണ് കള്ളം? ഒന്നും കൂടെയും പറയാം. നടക്കാത്ത സംഭവങ്ങൾ, നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പറയുമ്പോൾ അതിന് പറയുന്നത് കള്ളമെന്നാണ്. ഒരാൾ ചെയ്യാത്ത കാര്യം അയാൾ ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ്. ഇവിടെ അവർ യേശു കർത്താവിനെ കൊടുക്കുവാൻ വേണ്ടി എന്തു ചെയ്തു? കള്ളം പറഞ്ഞു. ഒരിക്കലും യേശു കർത്താവ് അവിടെ കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യേശു കർത്താവ് പറഞ്ഞ കാര്യവുമല്ല അവർ പറഞ്ഞത്. അപ്പോൾ കള്ളം പറയുന്നവരെ ദൈവത്തിന് ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ നമ്മുടെ അടുത്ത് കള്ളം പറയേണ്ടെന്ന് പറയേണ്ട കാര്യം? കള്ളം പറയുന്നത് പിശാചിൻ്റെ മക്കളാണ്. ബൈബിളിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിശാചിൻ്റെ മക്കളാണ് കള്ളം പറയുന്നത്. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ഒരു മക്കളും യേശു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മക്കളും ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഒരു കാര്യം ഉള്ളതുപോലെ തന്നെ പറയണം, അത് മാറ്റം വരുത്തി പറയാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഒരിക്കലും മക്കള് കള്ളം പറയരുത്, സത്യം മാത്രമേ പറയാമുള്ളൂ. ഏത് സാഹചര്യങ്ങളായിരുന്നാലും എത്ര വലിയ കാര്യങ്ങളായിരുന്നാലും കള്ളം പറയാതെ അത് എന്താണോ നിങ്ങൾ കണ്ടത് തന്നെ പറയണം. ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഒരു രീതിയിലും അങ്ങനെ ഒരു കാര്യം ദൈവത്തെ സ്നേഹിക്കുന്ന, യേശു കർത്താവിനെ സ്നേഹിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ ആരും അത് പറയരുത്. അപ്പം അതുകൊണ്ട് കള്ളം പറയാതെ മക്കൾ ജീവിക്കണം.
അപ്പോൾ കള്ളം പറയുന്നതിന് പല കാര്യങ്ങളുണ്ട്. അത് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും വേറെ കഥയായിട്ട് കേൾക്കാം. അപ്പം മക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, സത്യം പറയുക എന്ന് പറഞ്ഞാൽ നേരായിട്ടുള്ള കാര്യങ്ങൾ പറയുക. ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി പറയുന്നത് കള്ളമാണ്. ഒരാൾ ചെയ്യാത്ത കാര്യം അവർ ചെയ്തു എന്ന് പറയുന്നത് കള്ളമാണ്. നമ്മൾ സത്യം പറഞ്ഞ അടി കിട്ടുമോ, അപ്പയും അമ്മയും അടിക്കുമോ എന്നുള്ള പേടി ചില സമയത്തുണ്ടാവും. പക്ഷേ ഒരപ്പയും അമ്മയും നമ്മൾ സത്യം പറയുമ്പോൾ നമ്മളെ അത് സത്യമാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായാൽ അവരൊന്നും പറയില്ല. അതുകൊണ്ട് സത്യം പറയാൻ സന്തോഷത്തോടെ പറയണം. കള്ളം പറയരുത്. കള്ളം പറയുന്നവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയരുത്. അവരുടെ കൂടെ നിന്ന് അവർ പറഞ്ഞ ശരിയാണെന്നുള്ളത് ഒരിക്കലും പറയരുത്. അപ്പോൾ കൊച്ചുമക്കൾ ഇന്നു മുതൽ കള്ളം പറയാതെ സത്യം പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല മക്കളായിട്ട് വളരണം. അടുത്ത കഥ അടുത്ത ദിവസം പറയാം. അതാണ് ഇന്നത്തെ കഥ. ഇനി വീണ്ടും ഒരു കഥയായിട്ട് വരാം. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സുഖമായിട്ട് കിടന്നുറങ്ങുക, നല്ല സ്വപ്നങ്ങൾ കാണുക. അപ്പോൾ ശുഭരാത്രി.